ചൂടാക്കിയാൽ ബട്ടർ ഉരുകും. ഓ, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഇതാർക്കാ അറിയാത്തത് എന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുക അല്ലേ? അതെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ഇത് ഒരു പെർമനൻറ്റ് ട്രൂത്ത് ആണ്, എല്ലായ്പ്പോഴും സത്യമാവുന്ന കാര്യം. അത് ഇന്ന് ചൂടാക്കിയാലും നാളെ ചൂടാക്കിയാലും ഒക്കെ ബട്ടർ ഉരുകും. ചൂടാക്കിയാൽ ബട്ടർ ഉരുകും. ഇഫ് യു ഹീറ്റ് ബട്ടർ ഇറ്റ് മെൽറ്റ്സ്. മെൽറ്റ് മീൻസ് ഉരുകുക. ബട്ടർ മെൽറ്റ്സ് ഇഫ് യു ഹീറ്റ് ഇറ്റ്. ഇനി വെള്ളം ചൂടാക്കിയാലോ? 100 സെൽഷ്യസ് എത്തുന്നത് വരെ ചൂടായാൽ. ഇഫ് യു ഹീറ്റ് വാട്ടർ ടു 100 ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ബോയിൽസ്. ബോയിൽ, തിളയ്ക്കുക. ഇതൊക്കെ എന്നും അങ്ങനെ തന്നെ. ഇതൊക്കെ ജനറൽ ട്രൂത്ത്സ് ആണ്. അതുപോലെ കുഞ്ഞുങ്ങൾ വിശന്നാൽ കരയും. ഇഫ് ബേബീസ് ആർ ഹംഗ്രി ദേ ക്രൈ. ബേബീസ് ക്രൈ ഇഫ് ദേ ആർ ഹംഗ്രി. അങ്ങനെയും പറയാം. പ്ലാന്റ്സിന് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇഫ് പ്ലാന്റ്സ് ഡോണ്ട് ഗെറ്റ് വാട്ടർ ദേ ഡൈ. അത് നശിച്ചു പോകും. ചെടികൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് നശിച്ചു പോകും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇഫ് പീപ്പിൾ ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ് ദേ ഗെറ്റ് ഫാറ്റ്. ആളുകൾ ഒരുപാട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, അതും ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ പോഷകാംശം ഒന്നും ഇല്ലാത്ത ഫുഡ്. അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തടി വയ്ക്കും അല്ലേ? ദേ ഗെറ്റ് ഫാറ്റ്. ഇഫ് പീപ്പിൾ ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ് ദേ ഗെറ്റ് ഫാറ്റ്. പീപ്പിൾ ഗെറ്റ് ഫാറ്റ് ഇഫ് ദേ ഈറ്റ് ടു മച്ച് ജങ്ക് ഫുഡ്. അങ്ങനെയും പറയാം. ഇഫ് ഇറ്റ് റെയിൻസ് ദ ഗ്രാസ് ഗെറ്റ്സ് വെറ്റ്. മഴ പെയ്യുകയാണെങ്കിൽ പുല്ലൊക്കെ നനയും. അതും ശരിയായ ഒരു കാര്യമാണ്. പൊതുവായിട്ട് എല്ലാവരും കാണുന്ന ഒരു കാര്യമാണത്. അതിന് ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. ഇങ്ങനെ നമുക്ക് ജനറൽ ട്രൂത്ത്സ്, അതല്ലെങ്കിൽ സയൻറ്റിഫിക് ഫാക്ട്സ്, ശാസ്ത്ര സത്യങ്ങൾ ഒക്കെ പറയുന്നതിന് നമുക്ക് ഇതുപോലെ ഇഫ് ക്ലോസ് ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് ജനറൽ ഹാബിറ്റ്സ് പറയുന്നതിനും ഇത്തരം സെൻറ്റൻസസ് തന്നെ ഉപയോഗിക്കാം. ജനറലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, സാധാരണയായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നതിന്. ഇഫ് ഐ ആം ടയേർഡ് ഐ ഗോ ടു ബെഡ് ഏർലി. ഞാൻ ക്ഷീണിക്കുമ്പോൾ, എനിക്ക് ക്ഷീണം തോന്നുമ്പോൾ ഞാൻ നേരത്തെ ബെഡിലേക്ക് പോകും. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബെഡിലേക്ക് പോകും. അത് സാധാരണ ഞാൻ ചെയ്യുന്നതാണ്. ഇഫ് ഐ ആം ടയേർഡ് ഐ ഗോ ടു ബെഡ് ഏർലി. ഇഫ് വി ഹാവ് ടൈം വി ഗോ ടു ദ പാർക്ക് ഫോർ എ വാക്ക്. സമയമുണ്ടെങ്കിൽ ഞങ്ങൾ പാർക്കിലേക്ക് വെറുതെ ഒരു നടത്തത്തിന് വേണ്ടി പോകാറുണ്ട്. ഇഫ് വി ഹാവ് ടൈം വി ഗോ ടു ദ പാർക്ക് ഫോർ എ വാക്ക്. ടീച്ചേഴ്സ് ഗെറ്റ് ആംഗ്രി ഇഫ് സ്റ്റുഡൻസ് ഡോണ്ട് ഡു ദെയർ ഹോംവർക്ക്. ഇതും സാധാരണ സംഭവിക്കുന്നതാണ് അല്ലേ? ടീച്ചേഴ്സിന് ദേഷ്യം വരില്ലേ കുട്ടികൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ? കുട്ടികൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ടീച്ചേഴ്സ് ദേഷ്യപ്പെടാറുണ്ട്. ടീച്ചേഴ്സ് ഗെറ്റ് ആംഗ്രി ഇഫ് സ്റ്റുഡൻസ് ഡോണ്ട് ഡു ദെയർ ഹോംവർക്ക്. ഇഫ് സ്റ്റുഡൻസ് ഡോണ്ട് ഡു ദെയർ ഹോംവർക്ക് ടീച്ചേഴ്സ് ഗെറ്റ് ആംഗ്രി. ഇത്തരം സെൻറ്റൻസുകളെയാണ് സീറോ കണ്ടീഷണൽ എന്ന് പറയുന്നത്. ഇഫ് ക്ലോസിലായാലും മെയിൻ ക്ലോസിലായാലും പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് തന്നെ ഉപയോഗിക്കാം നമുക്ക്. ഇഫ് യു ഹീറ്റ് ബട്ടർ ഇറ്റ് മെൽറ്റ്സ് എന്ന് പറയുമ്പോൾ ഇഫ് ക്ലോസിൽ ഹീറ്റ് എന്ന വേർബ് ആണുള്ളത്, ചൂടാക്കുക. അതുപോലെ മെയിൻ ക്ലോസിൽ ഇറ്റ് മെൽറ്റ്സ്, അവിടെ മെൽറ്റ് എന്നുള്ള വേർബാണ് ഉള്ളത്. ഉരുകുക എന്നാണ് അർത്ഥം. അവിടെ രണ്ട് ക്ലോസിലും പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജനറൽ ട്രൂത്ത്സ്, അതല്ലെങ്കിൽ ജനറലായിട്ടുള്ള നമ്മുടെ ഹാബിറ്റുകൾ പറയാൻ, നമ്മുടെ ശീലങ്ങൾ പറയാനും ഇത്തരം കണ്ടീഷണൽ സെൻറ്റൻസസ് ഉപയോഗിക്കാം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണം. കൂടുതൽ സെൻറ്റൻസസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ ഒരു സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്. ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ ഇഫ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് സിമ്പിൾ, അതാണ് ഇഫ് ക്ലോസിൽ വേണ്ടത്. പിന്നെ മെയിൻ ക്ലോസിൽ അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസ്.